അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാക്കിംഗ് വീഡിയോസൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവർ അത് പോയി ആദ്യം കാണുക. അപ്പോൾ സന്ധ്യയ്ക്കാണ് ഞങ്ങൾ കോളേജിൽ നിന്ന് ഇറങ്ങിയത്. രാവിലെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴേക്കും റിസോർട്ടിലെത്തുന്ന രീതിയിലാണ് ഇറങ്ങിയത്. അങ്ങനെ ചെറിയൊരു സൺറൈസൊക്കെ കണ്ടിട്ട് ഞങ്ങളൊരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും റിസോർട്ടിലേക്ക് എത്തി. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. രാവിലെ ഞങ്ങൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് ഫ്രഷായി ഞങ്ങൾ നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചെത്തുന്നത് രാത്രിയായിരിക്കും. മോർണിംഗ് ആയതുകൊണ്ട് ഒരു റൂമിൽ 2 പേരാണ്. പക്ഷേ രാത്രി ഞങ്ങൾ 4 പേരായിരിക്കും ഉണ്ടാവുക ഒരു റൂമിൽ. കണ്ടോ ഇവിടെ ഒരു വിചിത്ര രൂപം. നമ്മളിവിടുന്ന് പാക്കൊക്കെ ചെയ്ത് റെഡിയായി ഇവിടുന്ന് ഇറങ്ങും. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങുന്നത്. ബാഗൊക്കെ വേറൊരു റൂമിലാണ് വെക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഫുഡ്. അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. ചാടണമെങ്കിൽ ചാടിക്കോ. ചാടല്ല. Ferrario. നല്ല ഭംഗിയുണ്ട് കാണാൻ. പോകേണ്ട ആവശ്യമാണ്. ഫോട്ടോ എടുക്കട്ടെ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോണ്ട് നിങ്ങൾ പയ്യെ ഇറങ്ങിയ എന്തെങ്കിലും പറഞ്ഞു. ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് അധികം റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. മിസ്സുമാരുടെ കൂടെ കുറേ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ഇവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഇത് ഇസഡ് പോയിൻ്റ് ആട്ടോ. ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. അയ്യോ, ഐശ്വര്യനെ കാണുന്നില്ല. ഇത് 2ാമത്തെ ദിവസമാണ്. 2ാമത്തെ ദിവസം ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ബേലൂർ പോകും. ബേലൂർ ആദ്യം ഞങ്ങളൊരു ടെമ്പിളുണ്ട്, അതിനുശേഷം വാട്ടർ ആക്ടിവിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് ബാംബു ഫോറസ്റ്റ് ഉണ്ട്. ബാംബു ഫോറസ്റ്റിൽ നിന്ന് ഇറങ്ങി DJ, സ്വിമ്മിംഗ് പൂള്, ഇത് രണ്ടുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ ടൈം വേണമെങ്കിൽ ഞങ്ങൾ നേരത്തെ ഇറങ്ങണം. അങ്ങനെ ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇനി ഫുഡ് കഴിച്ച് നേരെ പോവുകയാണ്. ഈ ഒരു ഭാഗത്ത് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോകുന്നത് ബേലൂർ വാട്ടർ ആക്ടിവിറ്റിക്കും പിന്നെ അമ്പലത്തിലുമാണ്. Yes. Sugana Sarina? Yeah, Sugam. How was your sleep? Good. Very good.
ഞാനിടങ്ങള് കുടിക്കുമ്പോ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ പുഞ്ചത്തിന് മിന്നും പിടിക്കണം കള്ളിക്കുയിലേ. ബീലൂർ ടെമ്പിൾ അങ്ങനെ ബേലൂർ വാട്ടർ ആക്ടിവിറ്റി കഴിഞ്ഞു, ടെമ്പിളും കഴിഞ്ഞു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുവാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ ബാംബു ഫോറസ്റ്റിലേക്ക് പോവും. ഇവിടെ നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് ആകെ 1 മണിക്കൂറേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേഗം അരമണിക്കൂർ കൊണ്ട് ബാംബു ഫോറസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഇനി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബസ്സിൽ കയറി. അത് കഴിഞ്ഞൊക്കെ DJ ഉണ്ടായിരുന്നു. അങ്ങനെ DJ ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിലേക്ക് പോവാണ്. ഞങ്ങൾക്ക് 1 മണിക്കൂർ സമയമുള്ളൂ. ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. അത്യാവശ്യം നല്ല റൂമായിരുന്നു. മുമ്പത്തേനേക്കാളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയായിരുന്നു. ആദ്യം ചെറിയൊരു ഹോള് പോലത്തെ ഒരു സെറ്റപ്പും പിന്നെ ഒരു ബാൽക്കണി ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് റൂം വരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുണ്ട്. ടോയ്ലറ്റ് ആയാലും നല്ല സൗകര്യം ഉണ്ടായിരുന്നു. AC ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് AC-യുടെ ഉപയോഗം വന്നില്ല. എല്ലാരും വരൂ. ഞങ്ങൾ റൂമിലെത്തിയിട്ട് ഒരുപാട് റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് നല്ല നല്ല മൊമെൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം ഒന്നും എനിക്ക് അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. പിന്നെ ഇതെന്ന് പറയുന്നത് ഏകദേശം 12 മണി 1 മണി സമയമാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇന്നലെ രാത്രിയായിരുന്നു ഞങ്ങൾ ഈ റിസോർട്ടിലേക്ക് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെയുള്ള കാര്യങ്ങളൊന്നും കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ രാവിലെ 5 മണിക്ക് തന്നെ എഴുന്നേറ്റു. 6 മണി 6:30 ആയപ്പോഴേക്കും ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ മാത്രമായിരുന്നു കേട്ടോ രാവിലെ ഇത്രയും നേരത്തെ എഴുന്നേറ്റ് റെഡിയായൊക്കെ നിന്നത്. ഞങ്ങൾക്ക് കുറച്ച് റീൽസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതുപോലെ 7:30 ഇറങ്ങണം. അപ്പോൾ അതിന് മുമ്പേ റെഡിയായി നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നേരം നമുക്ക് ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ. അത്യാവശ്യം നല്ല റിസോർട്ടായിരുന്നു. നല്ല ആംബിയൻസൊക്കെ ആയിരുന്നു. നല്ല പീസ്ഫുള്ളായിരുന്നു കേട്ടോ ഇവിടെ മോർണിംഗ് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഇവിടുത്തെ ആംബിയൻസൊക്കെ ഒരു എസ്തറ്റിക് വൈബാണ്. അതുപോലെ ഇവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയും കുറച്ച് ടൈം സ്പെൻഡൊക്കെ ചെയ്തു. പിന്നെ എൻ്റെ ഫ്രണ്ടിന് റീൽസ് എടുക്കണമെന്ന് പറഞ്ഞ് അത് ഷൂട്ട് ചെയ്തു. അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെ ഇത്ര പെട്ടെന്ന് 2 ദിവസം തീർന്നെന്ന് അറിയില്ല. ഇന്ന് രാത്രി ഞങ്ങൾ കോളേജിൽ തിരിച്ചെത്തും.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പോൾ കേരളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നല്ല വൈബായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ചു. അതൊന്നും നമുക്കിവിടെ കാണിക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനെത്തി. ഇപ്പോൾ നമ്മൾ കേരളത്തിലാട്ടോ ഉള്ളത്. അൽഫാമൊക്കെ ആയിരുന്നു. ഞാനില്ല നിന്നോട് കൂടെ അങ്ങനെ നീ കുറുമ്പി എന്റെ സ്നേഹിതയാണു നീ. കരളേ കരളിന്റെ കരളെ എന്നോടൊന്ന് ചിരിക്കൂ കിളിയേ മാനസ കിളിയേ വെറുതെ നിന്ന് കിണുങ്ങാതെ. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാർ ഇല്ലാതായല്ലോ. അപ്പൊ അതിന്റെ വിഷമം എന്തായാലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. ദേവിക വിനോദ്, ഷൂട്ടിങ്, നന്ദ, ഇവരൊക്കെ ഉണ്ടാക്കി കുറച്ചുകൂടെ അടിപൊളിയാക്കാൻ തോന്നി. രാജകുമാർ